സർവ്വസ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ക്രൈസ്തവ സഭാചരിത്രം പാർട്ട് 2. ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ലളിതമായ ഒരു ക്രിസ്തീയ വിശ്വാസം ആദ്യകാല അപ്പസ്തോലന്മാരിലൂടെ നമുക്ക് പകർന്ന് നൽകിയതായിട്ടുമൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. ഇതുമായി വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ നമ്മുടെ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-42 വാക്യങ്ങളിൽ വളരെ വ്യക്തമാണ്. നാം അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഈ വാക്യത്തിൽ 3 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അതായത് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട 3 അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പോൾ ഒന്നാമതായി നിങ്ങൾ മാനസാന്തരപ്പെടണം. അതായത് മെറ്റനോയിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സു മാറണം. പാപം ചെയ്യുന്നത് നിർത്തണം. മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കണം. അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ട് വേണം വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി അഭിഷിക്തന്റെ കൈക്കീഴിൽ നിന്നും വിശ്വാസ സ്നാനം സ്വീകരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം, അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അപ്പോൾ ഇത് 3 അടിസ്ഥാന ഉപദേശങ്ങൾ. ഇനി അതിൻ്റെ അതായത് അപ്പസ്തോല പ്രവൃത്തി 2-ന്റെ 42-ാമത്തെ വാക്യത്തിൽ അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇവിടെ 4 അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അതിൽ 4-ാമത്തത് അപ്പസ്തോലന്മാരുടെ ഉപദേശമാണ്. കാരണം ഈ ബൈബിളിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം എത്ര എന്ന തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട്, കാരണം കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ, ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ വ്യക്തമായി അനുസരിക്കുന്നവരുടെ കൂടെയാണ് കൂട്ടായ്മ ആചരിക്കേണ്ടത്. അപ്പം നുറുക്കുക, ഇത് കർത്താവിന്റെ മേശയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നുറുക്കുക, അതിന് കർത്താവിന്റെ മേശയെന്നും കർത്താവിന്റെ അത്താഴം എന്നും ഒക്കെ നമ്മൾ പറയുന്നു. അങ്ങനെ പ്രാർത്ഥന കഴിച്ചും പോന്നു. പ്രാർത്ഥന, അപ്പോൾ ഇത് ആദ്യത്തെ 6 ഉണ്ട്. പക്ഷെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അവരുടെ ജീവിതം വിജയകരമായി തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾക്ക് അധിഷ്ഠിതമായിരുന്നു ആദ്യകാല സഭ, അപ്പസ്തോലിക സഭ. എന്നാൽ 312 ശേഷം, അതായത് ക്രിസ്തുവർഷം 312 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ഇംഗ്ലീഷിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി, മലയാളത്തിൽ കുസ്തന്തേനൂസ് എന്ന് പറയുന്ന ആ ചക്രവർത്തി റോമിലെ ഭരണാധികാരി ആയതിനു ശേഷം ക്രൈസ്തവ സഭയിൽ ധാരാളം ദുരുപദേശങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി. റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് അന്യായമായി യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വിധിച്ചു. യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് പെന്തിക്കോസ്ത് നാളിൽ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികൾക്കെതിരെ കടുത്ത പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അങ്ങനെ 10ഓളം റോമാ ചക്രവർത്തിമാർ ക്രിസ്തുവിശ്വാസത്തെ നശിപ്പിക്കുവാൻ അഹോരാത്രം പണിപ്പെട്ടു. എന്നാൽ റോമാ ചക്രവർത്തിയായ കുസ്തന്തേനൂസ്, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, AD 312 സത്യസുവിശേഷം കേൾക്കാതെയും ദൈവവചനം മനസ്സിലാക്കാതെയും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാതെയും സൂര്യനു മുകളിൽ ഒരു കുരിശിനെ ദർശനം കണ്ടു എന്നും ഈ ചിഹ്നം വിജയം നൽകുമെന്നൊക്കെ ദർശനത്തിൽ കണ്ടു എന്ന് അങ്ങനെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ ക്രിസ്തു അനുയായിയായി തീരാനുള്ള സാഹചര്യമാണ്. അദ്ദേഹം വിജാതീയനായിരുന്നു. സൂര്യനെ നമസ്കരിക്കുമ്പോഴോ അങ്ങനെയോ എന്തോ ആണ് അദ്ദേഹം സൂര്യനിൽ ഒരു കുരിശടയാളം പോലെ കാണാൻ ഇടയായത്.
അങ്ങനെ ഈ അത്ഭുതം കണ്ട് ക്രിസ്തു അതായത് ക്രിസ്തു വിശ്വാസിയായെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം സ്നാനം സ്വീകരിച്ച് തന്നെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്, അങ്ങനെയൊക്കെയാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വചനം കേട്ട് വിശ്വാസത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കേൾവിയാലാണ്. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണ്. റോമാലേഖനം 10:17 വളരെ വ്യക്തമായി നമ്മോട് ഇപ്രകാരം സംസാരിക്കുന്നു: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥ പ്രോപ്പർ ചാനൽ. അതുമായി ബന്ധത്തിൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഒരു ചോദ്യവചനമാണ്. യേശു കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ വചനങ്ങളും കൽപ്പനകളും എല്ലാം നൽകിയിട്ട് ആളുകൾ ആ വചനത്തിന് വിപരീതമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ ചോദിച്ചിരിക്കുന്നത്: ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഇതൊരു ചോദ്യവചനമാണ്. അപ്പൊ ന്യായപ്രമാണത്തിലെ പ്രവൃത്തിയാൽ, ആ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രവൃത്തിയെക്കുറിച്ച് പഠിപ്പിച്ചതുകൊണ്ട് ഒന്നും ആർക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ കഴിയില്ല. ഞാൻ പരിശുദ്ധാത്മാവിന് ലഭിച്ചത് ഈ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ്. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാൽ നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിലും 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്: വചനം കേട്ടപ്പോൾ കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. ആ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഈ വചനം കേട്ടവരുടെ മേൽ എല്ലാം പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നത് നിർത്തി. കാരണം ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം ഒരു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധം വിജയിക്കുകയും ചെയ്തതായി ആണ് പറയപ്പെടുന്നത്. തന്റെ രാജകീയ അധികാരത്താൽ ക്രിസ്ത്യാനികളെ ഭൗമികമായി വളർത്തി. അത് നല്ല കാര്യമാണ്. എന്നാൽ വചനപരിജ്ഞാനവും വെളിപ്പാടും ഇല്ലാതിരുന്നത് കൊണ്ട് ആത്മീയമായി തളർത്തി. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയിൽ വന്നതോടുകൂടെ അദ്ദേഹം യുദ്ധം ജയിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ ജയിച്ചതിന് പരിണിതഫലമായിട്ട് അദ്ദേഹം ഈ റോമ സഭയെ ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതൊക്കെ ആയിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 29:18 വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. അപ്പൊ ഈ വെളിപ്പാട് എന്നുള്ളത് POC ബൈബിളിൽ ഇത് ദർശനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദർശനമാണെങ്കിലും വെളിപ്പാടായിരുന്നാലും ഇത് ഇല്ലാത്തവരുടെ കാര്യം അവര് മര്യാദ വിട്ട് നടക്കുന്നു. അവർക്കൊരു മര്യാദ ഉണ്ടാകത്തില്ല. അവർ സംസാരത്തിൽ മര്യാദ ഉണ്ടാകത്തില്ല, പെരുമാറ്റത്തിൽ മര്യാദ ഉണ്ടാകത്തില്ല. കാരണം അവർ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാണ്. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ബൈബിളിലെ അനേക ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇത് പറയുകയാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണമല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അനുസരിക്കുന്നവരെയാണ് ഭാഗ്യവാന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാനിലെ വിളംബരം, അത് 313 AD അതായത് അതിന് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ജെറുസലേമിലാണ് ആദ്യമായി സഭ സ്ഥാപിതമായത്. ഇത് ജെറുസലേം കത്തോലിക്ക സഭയായിരുന്നു. അതായത് ഒന്നാമത്തെ സഭ. ഇപ്പൊ റോമൻ കത്തോലിക്കര് പറയാറുണ്ട്, റോമൻ കത്തോലിക്ക സഭക്കാർ അവര് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ സഭയാണ് ഒന്നാമത്തെ സഭ. അങ്ങനെയാണെങ്കിൽ അത് സ്ഥാപിതമായത്, ഒന്നാമത്തെ സഭ ദൈവസഭ സ്ഥാപിതമായത് ഒരിക്കലും റോമിലല്ല, അത് ജെറുസലേമിലാണ്. അങ്ങനെയെങ്കിൽ അതിനെ ജെറുസലേം കത്തോലിക്ക സഭ എന്നാണ് പറയേണ്ടത്. കാരണം അതിന്റെ ആരംഭം വെച്ച് നോക്കുവാണെങ്കിൽ അതിനെ ജെറുസലേം കത്തോലിക്ക സഭ, കാരണം ജെറുസലേമിലായിരുന്നു ഒന്നാമത്തെ സഭ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. AD 70 റോമാക്കാർ ജെറുസലേം കീഴടക്കി. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് ഒരു പ്രധാന പ്രവചനം നടത്തിയിരിക്കുന്നു. ഈ പ്രവചനം AD 70 റോമാക്കാർ യെരുസലേം നഗരം കീഴടക്കിയതിലൂടെ അക്ഷരം പ്രതി നിറവേറി. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 24:2 നാം ഇങ്ങനെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:2
നിങ്ങൾ ഇതെല്ലാം കാണുന്നില്ലേ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം ഇടിച്ച് നിരത്തും. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടും എന്നുള്ള ആ ഒരു പ്രവചനം. അത് നമ്മൾ ഈ പ്രവചനം വീണ്ടും ആവർത്തിച്ച് മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ ഇത് ആവർത്തിച്ച് വരുന്നതുണ്ട്. അപ്പോൾ ഈ പ്രവചനം എങ്ങനെയാണ് നിറവേറിയത്? AD 66 യഹൂദന്മാർ റോമാക്കാർക്കെതിരെ ഒരു വലിയ കലാപം ആരംഭിച്ചു. അവരൊരു വിപ്ലവം അവര് നയിച്ചു. അതായത് AD 66 വിപ്ലവം ആരംഭിച്ചത്. അത് നമുക്കറിയാലോ, അവിടെ ഈ റോമ ഭരണമായിരുന്നു. അപ്പോൾ ആ ഭരണത്തിനെതിരെയുള്ള ഒരു വിപ്ലവം അവര് AD 66 അവര് അത് നടപ്പിൽ വരുത്തി. 4 വർഷം നീണ്ട ഈ കലാപം ഒടുവിൽ റോമൻ സൈനിക തലവനായ ഡൈറ്റസിന്റെ നേതൃത്വത്തിൽ യെരുസലേം നഗരം വളഞ്ഞുകൊണ്ട് അവസാനിച്ചു. എന്നാൽ യഹൂദന്മാർക്ക് അതിനകത്ത് ജയം കിട്ടിയില്ല. യഹൂദർ ജയിച്ചായിരുന്നെങ്കിൽ ചരിത്രം തന്നെ മാറുമായിരുന്നു. വീണ്ടും റോമ ഭരണം അതിനെ അടിച്ചമർത്തി. അങ്ങനെ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ നഗരം പിന്നീട് അവര് പിടിച്ചെടുത്തു. അങ്ങനെ AD 70 റോമൻ സൈന്യം ജെറുസലേം നഗരത്തെ കീഴ്പ്പെടുത്തി. അങ്ങനെ AD 70 റോമൻ സൈന്യം ജെറുസലേം നഗരത്തെ കീഴ്പ്പെടുത്തി. ഈ യുദ്ധത്തിൽ നഗരം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അത്ര ഘോരമായ ഒരു യുദ്ധമായിരുന്നു. റോമാക്കാർ യെരുസലേം ദേവാലയം കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തു. ദേവാലയത്തിനകത്ത് സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നു. തീ പിടിച്ചപ്പോൾ ഈ സ്വർണം ഉരുകി കല്ലുകൾക്കിടയിൽ ഒഴുകിയിറങ്ങി. സ്വർണം എടുക്കുന്നതിന് വേണ്ടി റോമൻ സൈന്യക്കാർ ദേവാലയത്തിലെ ഓരോ കല്ലും ഇളക്കി മാറ്റി. അങ്ങനെ യേശു പ്രവചിച്ചതുപോലെ ദേവാലയത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഈ സംഭവം യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ കൃത്യതയും ദൈവിക അധികാരവും വ്യക്തമാക്കുന്നു. ഈ പ്രവചനം കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, യേശുവിന്റെ വാക്കുകൾക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. യെരുസലേമിന്റെ നാശം യഹൂദ മതത്തിന്റെ ഒരു യുഗത്തിന്റെ അവസാനവും പുതിയ ക്രിസ്തീയ സഭയുടെ വളർച്ചയുടെ ആരംഭവുമായി ദൈവ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ നമുക്കറിയാം, ഈ AD 70 ഈ സംഭവം മുഖാന്തിരം യഹൂദന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവര് വന്ന് ഇവിടെ താമസിച്ചു. നമുക്കറിയാം, മട്ടാഞ്ചേരിയിലെ സിനഗോഗ് എനിക്കത് പോയി വ്യക്തിപരമായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ, ഈ യഹൂദരെ എല്ലാം തന്നെ അവരുടെ സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജെറുസലേമിന്റെ നാശത്തോടെ സഭയുടെ കേന്ദ്രം റോം, അന്തോക്യ, അലക്സാണ്ട്രിയ പോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് മാറി. അതായത് ഒരു കേന്ദ്രമായി, അതായത് ക്രൈസ്തവതയുടെ ഒരു കേന്ദ്രമായി ഈ കാലങ്ങളോളം ഉണ്ടായിരുന്നത് ആ ഒരു യുദ്ധത്തോടുകൂടെ, അല്ലെങ്കിൽ ആ ഒരു റോമാക്കാരുടെ കീഴ്പ്പെടുത്തലോടുകൂടെ അതിന് 3 കേന്ദ്രങ്ങൾ ഉണ്ടാകുകയാണ്. സഭയ്ക്ക് 3 കേന്ദ്രങ്ങൾ ഉണ്ടായി. അത് ഒന്ന് റോമില, അന്തോക്യ, അലക്സാണ്ട്രിയ. ഈ അന്തോക്യ എന്ന് പറയുന്നത് തെക്കൻ തുർക്കിയിലെ ഹദായ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അന്തോക്യ. ഇപ്പൊ നമുക്കറിയാം, ഈ ഓർത്തഡോക്സ് സഭയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഓർത്തഡോക്സ് സഭക്കാർ പറയാറുണ്ട്, ഞങ്ങൾ അന്തോക്യൻ പാരമ്പര്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ സിംഹാസനം ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അവര് അന്തോക്യയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അലക്സാണ്ട്രിയ അത് അലക്സാണ്ടർ ചക്രവർത്തി സ്ഥാപിച്ച ചരിത്ര പ്രസിദ്ധമായ നഗരമാണ് അലക്സാണ്ട്രിയ. നമുക്കറിയാം, അലക്സാണ്ടർ ലോകം മുഴുവനും കീഴടക്കാൻ വേണ്ടി വലിയ യോദ്ധാക്കന്മാരോടൊക്കെ കൂടെ ഒത്തിരി പടയോട്ടം നടത്തിയ ഒരു വീരയോദ്ധാവാണ് അലക്സാണ്ടർ ചക്രവർത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് അലക്സാണ്ട്രിയ. ഇത് ഈജിപ്തിലാണ്. ഈജിപ്തിലെ 2ാമത്തെ വലിയ നഗരവും പ്രധാന തുറമുഖവുമാണിത്. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള നഗരമാണ് അലക്സാണ്ട്രിയ. അങ്ങനെ 3ാമത് ഈ റോമിനെ കുറിച്ച് പറയുമ്പോൾ, റോമൻ കത്തോലിക്ക സഭയുടെ കേന്ദ്രം റോം ആയി മാറിയത് എങ്ങനെ? റോമൻ ബിഷപ്പ് പിന്നീട് മാർപ്പാപ്പ എന്ന പേര് എടുത്തു. മറ്റ് സഭകളെക്കാൾ ഉയർന്ന സ്ഥാനം അവകാശപ്പെട്ടു. ഇപ്പം അന്തോക്യയിലുണ്ട്, അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലുണ്ട്. അവിടെയെല്ലാം കേന്ദ്രമായി റോമൻ കത്തോലിക്ക സഭയുടെ കേന്ദ്രമായിട്ട് അതൊക്കെ ഇങ്ങനെ 3 കേന്ദ്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും മിലൻ ഉടമ്പടിയിലൂടെ ക്രിസ്തുമതത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ
313 AD ലിസിനിയസ് ചക്രവർത്തിയുമായി ചേർന്ന് മിലാനിൽ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. വിളംബരത്തിലൂടെ റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന് പൂർണ്ണമായ മതസ്വാതന്ത്ര്യം അനുവദിച്ചു. അതുവരെ ക്രിസ്ത്യാനികൾക്ക് ഏൽക്കേണ്ടി വന്ന കടുത്ത പീഡനങ്ങൾക്ക് ഇതോടെ അന്ത്യം വന്നു. അപ്പൊ സാമ്രാജ്യത്തിലെ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം നൽകുന്ന ഒരു നയമായിരുന്നു ഇത്. അപ്പൊ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം നൽകിക്കൊണ്ട് അങ്ങനെ ഒരു വിളംബരം കൊണ്ടുവരാനായിട്ട് ഇടയായി. ക്രിസ്തു മതത്തിന് നിയമപരമായ അംഗീകാരം ലഭിച്ചതോടെ സഭയും റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു. അപ്പം റോമൻ കത്തോലിക്ക സഭയും ഇതെങ്ങനെയാണ് ആദ്യം ഉണ്ടായിരുന്ന സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ്. നമുക്കറിയാം ആദ്യമുണ്ടായ സഭ കത്തോലിക്ക സഭ, അത് റോമൻ കത്തോലിക്ക സഭയല്ല. ആദ്യമുണ്ടായ സഭ കത്തോലിക്കമാണ്. കത്തോലിക്കം എന്ന വാക്കിന്റെ അർത്ഥം പോലും ഇന്നത്തെ ഒട്ടനവധി കത്തോലിക്കർക്ക് അറിയത്തില്ല. കത്തോലിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം സാർവത്രികം സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളത് എന്നാണ്. എന്നാൽ അവരേത് ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ള എല്ലാവരും കൂടി അവരെ അങ്ങ് അംഗീകരിച്ചു. അവരാണ് കത്തോലിക്കർ. അവരൊരിക്കലും റോമൻ കത്തോലിക്ക എന്ന് പറയത്തില്ല. പക്ഷെ ശരിക്കും കത്തോലിക്കരാരാണ്? ശരിക്കുള്ള കത്തോലിക്ക സാർവത്രിക സഭാംഗമാണ്. അതായത് ശരിക്ക് ഞാനൊരു പെന്തിക്കോസുകാരൻ അനുഭവമുള്ള ആളാണെങ്കിൽ എനിക്ക് പറയാം ഞാൻ കത്തോലിക്കനാണ് എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം കത്തോലിക്കം ദൈവസഭ, ഏത് ദൈവസഭയും അവർ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഞങ്ങൾ അപ്പസ്തോലികമാണ്, ഞങ്ങൾ ശ്ലൈഹികമാണ്, ഞങ്ങൾ കാത്തോലികമാണ് എന്ന് പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ അർത്ഥം അറിയാതെ അവരെ അങ്ങ് അംഗീകരിക്കുകയാണ്. അവരാണ് കത്തോലിക്കർ. ഇനി നിക്കാ സിനാഗോഗോസ് 325 ഈ നിക്കാ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 325 AD ബിഥ്നിയയിലെ നിക്കയ, അത് ഇന്നത്തെ തുർക്കിയിലെ ഇസ്നിക് എന്ന് പറയുന്ന സ്ഥലമാണ്, ഒരു സാർവത്രിക സഭാ സമ്മേളനം വിളിച്ചു ചേർത്തു. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സുനഹദോസ് ആയിരുന്നു ഇത്. സാമ്രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം ബിഷപ്പ്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ സുനഹദോസിന്റെ പ്രധാന ലക്ഷ്യം അന്നത്തെ സഭയിൽ വലിയ ഭിന്നതയുണ്ടാക്കിയ അരിയൻ വാദത്തെ അപലപിക്കുക എന്നുള്ളതാണ്. അതിന് ആര്യനിസം എന്നാണ് പറയുന്നത്. ആര്യനിസം എന്ന് പറയുന്നു. അപ്പൊ ഇന്ന് ഇസങ്ങൾ പലതുണ്ടല്ലോ. കമ്മ്യൂണിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, ഗാന്ധിസം ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന ഇസം ഉണ്ട്. അപ്പൊ ഇസം എന്ത് ലോകം നിറഞ്ഞിരിക്കുക. അപ്പോൾ അന്ന് ഈ സഭയിലേക്ക് കടന്നു വന്ന ഒരു ദുരുപദേശമായിരുന്നു ആര്യനിസം. അത് എന്തായിരുന്നു? അലക്സാണ്ട്രിയയിലെ ഒരു പുരോഹിതനായിരുന്ന ആര്യസ്, കാരണം ഇതൊരു പുരോഹിതൻ തന്നെയാണ്. അപ്പോൾ ആ അദ്ദേഹത്തിന്റെ പേര് ആര്യസ്, യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നും യേശുക്രിസ്തുവിന് പിതാവിന്റെ അതേ ദൈവത്വം ഇല്ല എന്നും പഠിപ്പിച്ചു. ഇത് സഭയുടെ പരമ്പരാഗത വിശ്വാസത്തിന് എതിരായിരുന്നു. അപ്പൊ സഭയുടെ പരമ്പരാഗത വിശ്വാസം അവരെ അതുവരെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും നമുക്കറിയാം യഹോവസാക്ഷികളെ പോലെയുള്ളവർ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല. യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ അവർ പറയുമ്പോഴും അങ്ങനെ പല കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഈ റോമൻ കത്തോലിക്ക സഭയിൽ പോലും അന്ന് ഈ അലക്സാണ്ട്രിയ ഈ പുരോഹിതനായിരുന്ന ആര്യസ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അപ്പൊ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു സുനഹദോസ് ആയിരുന്നു ഈ നിക്കിയ സുനഹദോസ്. ഈ നിക്കിയ സുനഹദോസിൽ പങ്കെടുത്ത ബിഷപ്പുമാർ ആര്യൻവാദത്തെ ശക്തമായി എതിർക്കുകയും യേശുക്രിസ്തു പിതാവിനോടൊപ്പം നിത്യനും അതേ ദൈവത്വവും ഉള്ളവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വിശ്വാസത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രമാണം രൂപീകരിച്ചു. ഇതാണ് നിക്കിയ വിശ്വാസ പ്രമാണം. അങ്ങനെയാണ് ഈ നിക്കിയ അന്ന് കാലത്ത് റോമൻ കത്തോലിക്ക സഭയുമായുള്ള ബന്ധം നമ്മൾ പറയുമ്പോൾ അവർക്ക് ഉള്ള ഒരു സത്യമായ കാര്യമാണ്. 95% കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ യോജിക്കുന്ന ഒരു കാര്യമാണ്, അവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് അവര് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അവരുടെ വിശ്വാസ പ്രമാണത്തിൽ അവര് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നും യേശു ദൈവമാണെന്നും അവർക്ക് വിശ്വാസമുണ്ട്. യേശുവിന്റെ ദൈവത്വത്തെ റോമൻ കത്തോലിക്ക ചർച്ച് നിരാകരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവര് നിരാകരിക്കുന്നില്ല. എന്നാൽ പല കൾട്ട് സഭകളും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ റോമിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ റോമിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പ്രാധാന്യം റോമിലെ ബിഷപ്പിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. അപ്പൊ മറ്റ് സെന്ററുകളിലുള്ള ബിഷപ്പുമാർക്ക് ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഈ റോമിലെ ബിഷപ്പിന് കിട്ടുവാനായിട്ട് ഇടയായി.
ഇനി വിദ്യാഭ്യാസപരമായി റോം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സഭ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും വിജ്ഞാനം സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ ഘട്ടത്തിൽ സഭയുടെ പ്രധാന ശ്രദ്ധ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യാപിച്ചു. അപ്പോൾ അത് ഡൈവേർട്ട് ചെയ്തു പോവുകയാണ്. അവര് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ അവരിങ്ങനെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ആതുര സേവനം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ. അങ്ങനെ ചിലർ സത്യവുമായി യേശുക്രിസ്തു സംസാരിച്ച മായമില്ലാത്ത പാലാകുന്ന ദൈവവചനം അന്വേഷിച്ച് കണ്ടെത്താതെ ഓരോരുത്തൻ ഭാവനയ്ക്കും യുക്തിക്കും ഇണങ്ങിയ മനുഷ്യകൽപ്പനകളും കെട്ടുകഥകളും ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെയാണ് ഈ റോമൻ കത്തോലിക്ക സഭയില് ദൈവവചനം എന്ന യഥാർത്ഥ മായമില്ലാത്ത പാൽ അത് അവർക്ക് എന്ന് ലഭിച്ചില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഒട്ടനവധി ദുരുപദേശങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 20:30 നാം ഇങ്ങനെ വായിക്കുന്നു: ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ആ പ്രവചന നിവൃത്തിയായിക്കൊണ്ട് ഈ റോമൻ കത്തോലിക്ക ചർച്ചിലേക്ക് ഒട്ടനവധിയായ ദൈവികമല്ലാത്ത വചനവിപരീതമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വരുവാനായിട്ടിടയായി. ഇങ്ങനെ കുളിപ്പിച്ച് കൊച്ചില്ലെന്ന് ക്രിസ്തു ഇല്ല എന്ന് പറയുന്നത് പോലെയായി. അങ്ങനെ ആ കുസ്തന്തോനിയസും കൂട്ടാളികളും കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംഘടനാ പ്രസ്ഥാനം, അതായത് എങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇതൊരു സംഘടനയാണ്, അതൊരു സഭയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവവചനം അറിയാത്ത പാവം കുഞ്ഞാടുകളെ പലതും പറഞ്ഞ് ഭയപ്പെടുത്തി പല ദ്രവ്യാഗ്രഹത്തിന്റെ സൂത്രങ്ങൾ പ്രയോഗിച്ച് അവർ ബിസിനസ് പൊടി പിടിച്ചു. അങ്ങനെ ആ സാമ്രാജ്യം ഭൗതികമായി ഉയർന്നപ്പോൾ രാഷ്ട്രീയവും ഭരണരീതിയും കിരീടവും ചെങ്കോലും സിംഹാസനവും കൊടിയും കുടയും ശിങ്കാരിമേളവും വെടിയും അങ്ങനെ കട്ടപ്പുക ഒക്കെ ആയിട്ട് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചിലർ ഭൂമിയിലെ രാജാക്കന്മാരായി കൊട്ടാരങ്ങളിൽ വാഴുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ റോമൻ കത്തോലിക്ക സഭയിലേക്ക് ദുരുപദേശങ്ങൾ ഇങ്ങനെ വരുവാനായിട്ട് ഇടയായത് എന്ന് നമ്മൾ കാണുകയാണ്. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു വിശുദ്ധരാക്കുക. എന്നാൽ റോമൻ കത്തോലിക്ക ചർച്ച് പറയുന്നത് വിശുദ്ധന്മാരെ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ളവൻ ഒരിക്കലും വിശുദ്ധനായി തീരത്തില്ല. ബൈബിളിൽ ദൈവം നമ്മളോട് പറയാണ്, 1 പത്രോസ് 1:14-15 വാക്യങ്ങളിൽ പറയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുക എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. വീണ്ടും അന്ധകാര യുഗത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ വരുന്നത്. അതായത് മധ്യകാല യൂറോപ്പിൽ ചരിത്രത്തിൽ 5-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നൽകിയിരിക്കുന്ന പേരാണ് അന്ധകാര യുഗം. അതിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലഘട്ടത്തെ ചില ചരിത്രകാരന്മാർ അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ അന്ധകാര യുഗം? അതിന്റെ പ്രത്യേകത എന്താണ്? അതായത് റോമൻ സാമ്രാജ്യത്തെ പ്രാകൃതന്മാർ, ഇംഗ്ലീഷിൽ ബാർബേറിയൻസ് എന്നാണ് പറയുന്നത്, ആക്രമിച്ച് ആധിപത്യം സ്ഥാപിച്ച് സാംസ്കാരിക വളർച്ചയെ തടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. അതായത് റോമ സാമ്രാജ്യത്തിന്റെ വിഭജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ വിസ്തൃതിയും ഭരണം നടത്താനുള്ള ബുദ്ധിമുട്ടും കാരണം സാമ്രാജ്യം 2ആയി വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ പൂർണ്ണമായ വിഭജനം നടന്നത് AD 395. അത് AD 395 റോമ പശ്ചിമ റോമ സാമ്രാജ്യമെന്നും പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും വിഭജിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ വിഭജനം പടിഞ്ഞാറൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് വേഗത കൂട്ടി. അത് ഒരു സാമ്രാജ്യം, അതായത് പടിഞ്ഞാറുള്ള റോമ സാമ്രാജ്യം തകർന്നുപോയി. അത് തകർന്നുപോയ വർഷം AD 476 ക്രിസ്തുവിന് ശേഷം 476 പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം ജർമാനിക് ഗോത്രങ്ങളാൽ കീഴടക്കപ്പെട്ടു. ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് വന്ന ചില പ്രാകൃതരായ മനുഷ്യർ ഈ സാമ്രാജ്യത്തെ കീഴടക്കി. എന്നാൽ കിഴക്കൻ സാമ്രാജ്യം, അതായത് കിഴക്കിന്റെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നില്ലേ, കിഴക്കൻ സാമ്രാജ്യം, അതിന് ബൈസന്റൈൻ സാമ്രാജ്യം എന്നും പറയുന്നു. ബൈസന്റൈൻ സാമ്രാജ്യം പിന്നീട് 1000-ലധികം വർഷം നിലനിന്നു. അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യം 1000-ലധികം വർഷം നിലനിന്നു.
ഒട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയ AD 1453 വരെ ഈ സാമ്രാജ്യം നിലനിന്നിരുന്നു. ഏത് സാമ്രാജ്യമാണ് അത്? പശ്ചിമ റോമ സാമ്രാജ്യം, പൗരസ്ത്യ റോമ സാമ്രാജ്യം AD 476 അതിന്റെ പതനം സംഭവിച്ചു. അങ്ങനെ ഭാഷയും കലയും ശാസ്ത്രവും പരിലാളനവും ലഭിക്കാതെ അങ്ങനെ ക്ഷയിച്ച് ഒരു സാംസ്കാരിക അന്ധകാരം യൂറോപ്പിനെ ഗ്രസിച്ചു. ഇപ്പൊ യൂറോപ്പിൽ മുഴുവനായിട്ടും ഈ അന്ധകാര യുഗം എന്ന് പറയുന്നത് അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പക്ഷെ അങ്ങനെ വെളിച്ചമാകേണ്ട ദൈവസഭയിലേക്ക് ഈ അന്ധകാരം കടന്നു വരികയാണ്. ദൈവസഭ ദുരുപദേശത്തിൽപ്പെട്ടു പോവുകയാണ്. ഒത്തിരി അഴിമതിയും ഒത്തിരി സ്വജന പക്ഷപാതമൊക്കെ ആയിട്ട് ഈ സഭയും അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം. രാഷ്ട്രീയമായിട്ടും ഒരു സ്ഥിരതയില്ല. അങ്ങനെ ഇത് അന്ധകാര യുഗം എന്ന് പറയുകയാണ്. മഹത്തായ ഭിന്നത. ഈ മഹത്തായ ഭിന്നതയ്ക്ക് അതിന് ഗ്രേറ്റ് സ്കീസം എന്നാണ് പറയുന്നത്. അതെന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. 1054 ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. ഈ വർഷം പാശ്ചാത്യ റോമൻ കത്തോലിക്ക സഭയും കിഴക്കൻ ഓർത്തഡോക്സ് സഭയും ഔദ്യോഗികമായി വിഭജിച്ചു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ദൈവശാസ്ത്രപരവും ഭരണപരവുമായ അഭിപ്രായങ്ങളാലാണ് ഈ ഭിന്നത ഉണ്ടായത്. നമുക്കറിയുന്ന ഓർത്തഡോക്സ് സഭയുണ്ട്. അപ്പൊ ഈ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു പോകുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട, അവര് പുറത്തു പോവുക എന്ന് പറയുക, പുറത്താക്കിയതാണോ എന്നുള്ളതൊക്കെ ചരിത്രം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഈ ഭിന്നതയുടെ കാര്യം എന്തുകൊണ്ടാണ് അവരിങ്ങനെ സ്പ്ലിറ്റ് ആയത്, അതായത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് ഓർത്തഡോക്സ് സഭ വന്നതിന്റെ കാരണങ്ങൾ. പാശ്ചാത്യ സഭ റോമിലെ ബിഷപ്പ് മാർപ്പാപ്പ സാർവത്രിക സഭയുടെ മേൽ സമ്പൂർണ്ണ അധികാരമുണ്ടെന്ന് വിശ്വസിച്ചു. പത്രോസ് അപ്പസ്തോലന്റെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് സഭയിൽ പ്രത്യേക സ്ഥാനവും അധികാരമുണ്ടെന്ന് അവർ വാദിച്ചു. അപ്പൊ മാർപ്പാപ്പ റോം കേന്ദ്രമായിട്ടുള്ളവർ പറഞ്ഞു, എപ്പോഴും ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ചേർച്ചയില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് തന്നെയായിരുന്നു ഇവിടുത്തെ കാരണം. എന്നാൽ കിഴക്കൻ സഭ ഈ വാദത്തെ അംഗീകരിച്ചില്ല. കാരണം കിഴക്കന്മാരെന്ന് പറയുമ്പോൾ അവർ ജെറുസലേമുമായിട്ടൊക്കെ കുറച്ച് അടുപ്പമുള്ളവരാണ്. കാരണം യേശുക്രിസ്തുവിന്റെ കുറേയൊക്കെ പാരമ്പര്യം പ്രമാണിക്കാൻ ബൈബിളിലെ കുറേയൊക്കെ പാരമ്പര്യം അവർക്കറിയാം. പക്ഷെ പടിഞ്ഞാറന്മാർക്ക് വലിയ അറിവൊന്നുമില്ല. പടിഞ്ഞാറന്മാർ ഇപ്പം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ സൂര്യനെ നമസ്കരിച്ചപ്പോൾ കിട്ടിയ അദ്ദേഹത്തിന് എന്തോ ഒരു ദർശനം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, പിന്നീട് അദ്ദേഹം ഒത്തിരി വിജാതീയരായ ദേവി ദേവന്മാരെല്ലാം ഇതിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഈ പറയുന്ന ബൈബിളിലെ കാര്യങ്ങൾക്കൊന്നും താല്പര്യം വരുന്നതായി നമ്മൾ കാണുന്നില്ല. പിന്നെ എന്നാൽ കിഴക്കൻ സഭ ഈ വാദത്തെ അംഗീകരിച്ചില്ല. അവർ ഓരോ പ്രാദേശിക സഭയ്ക്കും അതിൻ്റെതായ സ്വയം ഭരണാധികാരമുണ്ടെന്നും എല്ലാ ബിഷപ്പുമാർക്കും തുല്യ സ്ഥാനമാണെന്നും വിശ്വസിച്ചു. അതാണ് ശരിക്കും ബൈബിൾ നമ്മൾ പറയുമ്പോൾ അത് തന്നെയാണ് ശരി. പക്ഷെ അവർ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. കോൺസ്റ്റന്റിനോപ്പിളിലെ പാത്രിയക്കീസിന് ഒരു പ്രധാന സ്ഥാനം അവർ അംഗീകരിച്ചെങ്കിലും മാർപ്പാപ്പയുടെ സാർവത്രിക അധികാരം അവർ നിരാകരിച്ചു. അപ്പോൾ കിഴക്കൻ സഭ അപ്പോൾ ഇതിലെ മാർപ്പാപ്പയുടെ പരമാധികാരത്തെ അവർ അംഗീകരിച്ചില്ല. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം സംഭവിച്ചത്, നിക്കയ വിശ്വാസ പ്രമാണത്തിൽ പിന്നീട് പാശ്ചാത്യ സഭ, അതായത് പാശ്ചാത്യ റോമൻ സഭ ഒരു വാചകം കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്തത് പുത്രനിൽ നിന്നും എന്നാണ്. അതായത് പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഉറവിടത്തെ കുറിച്ചാണ് തർക്കം ഉണ്ടായത്. അത് ഈ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു വരുന്നു എന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ കിഴക്കൻ സഭ ഇത് അംഗീകരിച്ചില്ല. കിഴക്കൻ സഭ പറഞ്ഞു അവർ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നു മാത്രം വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കിഴക്കൻ സഭ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ്. പിന്നെ പടിഞ്ഞാറൻ സഭ പറഞ്ഞത് അത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വരുന്നു എന്ന് പറയുന്ന ഒരു തർക്കം. ചെറിയൊരു വിഷയമാണ്. പക്ഷെ നമുക്കറിയാം ബൈബിൾ അനുസരിച്ചാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കണം. അത് ദൈവത്തിന്റെ ആത്മാവാണ്, അത് പുത്രന്റെ ആത്മാവാണ്, അത് പിതാവിന്റെയും പുത്രന്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമുക്കത് പിതാവിന്റെ ആത്മാവ് മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇവര് തമ്മിൽ തർക്കമുണ്ടായി. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് പിതാവിൽ നിന്ന് മാത്രമാണ് വരുന്നത്, അടുത്ത കൂട്ടർ പറഞ്ഞു ഇത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വരുന്നു. അപ്പൊ അതാണ് ശരി, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്, അത് യേശുവിന്റെ ആത്മാവാണെന്നൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, പിതാവിന്റെ ആത്മാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വായിക്കുന്നില്ലല്ലോ ഇവര്. അപ്പൊ വായിക്കാതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് തർക്കിക്കുക. അപ്പോൾ ഇങ്ങനെ
ദൈവശാസ്ത്രപരമായ വ്യത്യാസം ഇരു വിഭാഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി. കിഴക്കൻ സഭ ഈ കൂട്ടിച്ചേർക്കലിനെ വിശ്വാസ പ്രമാണത്തിലുള്ള മാറ്റമായി കണക്കാക്കുകയും അത് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ കിഴക്കൻ സഭ അത് അംഗീകരിച്ചില്ല. പിന്നെ ആരാധനയിൽ ഇവർ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടായി. ഇരു വിഭാഗങ്ങളും തമ്മിൽ ആരാധനാ രീതികളിലും ചില ആചാരങ്ങളിലും വ്യത്യാസമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പാശ്ചാത്യ സഭ കുർബാനയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുമ്പോൾ കിഴക്കൻ സഭ പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചു. പുരോഹിതന്മാരുടെ വിവാഹം അനുവദിക്കുന്നതിലും നോമ്പിന്റെ രീതികളിലും ഇരുവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ 1554 മാർപ്പാപ്പ ലിയോ 9 അന്നത്തെ മാർപ്പാപ്പയായ ലിയോ 9 കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കർദിനാൾ ഹംബർട്ടിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ചർച്ചകൾ ഫലം കാണാതെ വരികയും കർദിനാൾ ഹംബർട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെ ഹാഗിയ സോഫിയ പള്ളിയിൽ, അപ്പൊ ഈ ഹാഗിയ സോഫിയ പള്ളി അന്നുള്ള പള്ളിയാണ്, അത് 1954 പള്ളിയാണ്. ഇപ്പോഴതില്ല. ഇപ്പോൾ അത് അവര് ഈ തീവ്രവാദികൾ അത് പൊളിച്ചടക്കി എന്നാ പറയുന്നത്. അപ്പൊ അന്നുണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ആ പള്ളിയിൽ കിഴക്കൻ സഭയെയും പാത്രിയാർക്കീസ് മൈക്കിൾ സെറൂലിസിനെയും ശപിക്കുന്ന ഒരു ബൂള പുറത്താക്കുകയും ചെയ്തു. അതായത് ബുൾ ഓഫ് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുന്നത്. ബുൾ എന്ന് പറഞ്ഞാൽ കാള നമ്മ മലയാളത്തിൽ പറയുന്നത്, പക്ഷെ അവരെ ബൂൾ എന്നാണ് ശരിക്കും എന്റെ തർജ്ജമ വരുന്നത്. അപ്പോ ഈ പ്രതിനിധി സംഘം എന്ത് ചെയ്തു? അവിടെ പോയിട്ട് ആ പാത്രിയാർക്കീസിനെ മൈക്കിൾ സെറുലിസി എന്ന് പറയുന്ന അദ്ദേഹത്തെ എന്ത് ചെയ്തു? ശപിച്ചുകൊണ്ടൊരു ബൂള അങ്ങോട്ട് ഇറക്കി. ഇതിന് മറുപടിയായി മൈക്കിൾ സെറുലിയസ് പാശ്ചാത്യ സഭയെയും ശപിച്ചു, തിരിച്ചും ശപിച്ചു. ഇവർക്ക് എന്തെങ്കിലും ബൈബിൾ അറിയാവോ, വചനം അറിയാവോ? അപ്പൊ പറയാണ്, ആരെയും ശപിക്കരുത്, ശത്രുക്കളോട് പോലും ശപിക്കാൻ പറഞ്ഞിട്ടില്ല, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള പക്ഷെ ദൈവത്തിന്റെ ദാസന്മാർ എന്നൊക്കെ പറയുന്നത് അവര് പോയിട്ട് ഒരാൾ ശപിച്ചു, രണ്ടാമത് തിരിച്ചും ശപിച്ചു. അങ്ങനെ ഇത് വിഭജനത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സംഭവം പെട്ടെന്നുണ്ടായ ഒന്നല്ല, നൂറ്റാണ്ടുകളായി വളർന്നു വന്ന അഭിപ്രായ ഭിന്നതയുടെയും സംഘർഷത്തിന്റെയും പരിസമാപ്തി ഇങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ ഉണ്ടായത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതായിരുന്നു. പിന്നീട് വരുന്നത് കുരിശുയുദ്ധങ്ങളാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അത് നമ്മളെ വിവേകികളാക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇംഗ്ലീഷിലൊരു ഉദ്ധരണി, ഹിസ്റ്ററി മേക്സ് അസ് വൈസ്. ചരിത്രം നമ്മളെ വിവേകികളാക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ വന്നതായ വഴി ഒരു ക്രൈസ്തവ സഭയെങ്കിൽ ആ ക്രൈസ്തവ സഭയുടെ മുൻകാല ചരിത്രം പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ചരിത്രം അറിയുന്നില്ലെങ്കിൽ നാം അന്ധകാരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. റോമൻ കത്തോലിക്ക സഭ 11-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 13-ാം നൂറ്റാണ്ട് വരെ വിശുദ്ധ നാടായ ജെറുസലേമും മറ്റ് പുണ്യസ്ഥലങ്ങളും മുസ്ലിം ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ സൈനിക മുന്നേറ്റങ്ങളുടെ പരമ്പരകളാണ് കുരിശുയുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. 1095 പോപ്പ് അർബൻ II ക്ലെമന്റിൽ നടത്തിയ പ്രസംഗത്തോടെയാണ് ഒന്നാം കുരിശുയുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കം ഉണ്ടാകുന്നത്. ഖലീഫമാരുടെ ഭരണത്തിന് കീഴിലുള്ള അറബി സാമ്രാജ്യം ക്രിസ്ത്യാനികളെ ജെറുസലേമിൽ തീർത്ഥാടനത്തിന് അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ സാമ്രാജ്യം തകരുകയും പിന്നീട് വന്ന സെൽജുക്ക് ഭരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. അർമേനിയ, ഏഷ്യ മൈനർ, നിഖിയ, പലസ്തീൻ, സിറിയ എന്നീ ക്രിസ്തീയ രാജ്യങ്ങൾ, ആദ്യം ഈ രാജ്യങ്ങളെല്ലാം ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. പിന്നീട് അത് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ ആയതോടെ ജെറുസലേം തീർത്ഥാടനത്തിന് പോകുന്ന ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങൾ വളരെ മോശമായിട്ട് പെരുമാറാൻ ആരംഭിച്ചു. അങ്ങനെ ഫാദർ പീറ്റർ ദ ഹെർമിറ്റ് അന്നത്തെ പോപ്പായ അർബൻ II ഇത് അറിയിക്കുകയും അതിന്റെ കാര്യഗൗരവം അദ്ദേഹം അറിയിക്കുകയും തുടർന്ന് പോപ്പ് അർബൻ II അഭ്യർത്ഥന പ്രകാരം ജെറുസലേം പിടിച്ചെടുക്കാൻ യൂറോപ്യൻ ക്രിസ്ത്യാനികൾ യുദ്ധത്തിനിറങ്ങുകയായിരുന്നു. കുരിശ് യുദ്ധക്കാർ അവരുടെ പുറംകുപ്പായത്തിൽ ഒരു ചുവന്ന കുരിശ്
അതായത് റെഡ് ക്രോസ് ആലേഖനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ കുരിശ് യുദ്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. 1905 അർബൻ രണ്ടാമൻ മാർപ്പാപ്പ ക്ലെർമോണ്ട് കൗൺസിലിൽ ആദ്യത്തെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടത്താതെ അത് യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ബലിപീഠങ്ങൾ മലിനമാക്കപ്പെട്ടിരിക്കുന്നു, അവ തകർക്കപ്പെട്ടിരിക്കുന്നു, സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയായിരിക്കുന്നു. ഈ ആക്രമണങ്ങൾക്ക് ആര് പ്രതികാരം ചെയ്യും? ഈ ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. നമ്മുടെ രക്ഷകന്റെ കല്ലറയെ മലിനപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങളുടെ ഹൃദയം ചൂടുപിടിക്കട്ടെ. ധീരമായി പടവെട്ടുവാൻ കുരിശ് നിങ്ങൾക്ക് ശക്തി പകരട്ടെ. ഇത് കേട്ടവരിൽ ധാർമ്മിക രോക്ഷം നിറഞ്ഞു. പടിഞ്ഞാറൻ യൂറോപ്പിലെ എല്ലാ മേഖലകളിലും ഈ ആഹ്വാനത്തിന് ആവേശകരമായ ജനകീയ പിന്തുണ ലഭിച്ചു. കുരിശുയുദ്ധത്തിൽ ചേരാൻ സന്നദ്ധ പ്രവർത്തകർ പരസ്യപ്രതിജ്ഞ ചെയ്തു. അപ്പൊ ഇതാണ് കുരിശുയുദ്ധം പുറപ്പെടാനുള്ള സാഹചര്യം. ഈ യുദ്ധ പരമ്പര 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആരംഭിച്ച് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ പ്രധാനപ്പെട്ട 8 കുരിശുയുദ്ധങ്ങൾ നടന്നത് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഏകദേശം 200 വർഷങ്ങൾ നീണ്ടു നിന്നതായി കാണുന്നു. ഇത് ഏതാനും വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 200 വർഷങ്ങൾ ഈ കുരിശുയുദ്ധങ്ങൾ അതൊരു വലിയ യുദ്ധ പരമ്പര തന്നെയായിരുന്നു. സെൽജുക്ക് തുർക്കികൾക്കെതിരെ ജെറുസലേമിലേക്ക് സായുധ തീർത്ഥാടനത്തിന് അയാൾ ആഹ്വാനം ചെയ്തു. സെൽജുക്ക് ഭരണാധിയായ ഗുനിയായിരുന്നു അന്നത്തെ തുർക്കി ഭരണാധികാരി. ഈ യുദ്ധത്തിൽ ഗുനിയയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി മുന്നേറിയ കുരിശു സൈന്യം ജെറുസലേം മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ജെറുസലേം നഗരവാസികളെ വളരെ അവരെ കൈ കിട്ടുന്നവരെയൊക്കെ കൊന്നുകളയുകയും ചെയ്തു. ഇതിലെ വിജയത്തെ തുടർന്ന് ചില ചെറിയ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ജെറുസലേം ക്രിസ്ത്യൻ രാജ്യം, അതായത് കിങ്ഡം ഓഫ് ജെറുസലേം, അങ്ങനെ കിങ്ഡം ഓഫ് ജെറുസലേം എന്ന ഒരു രാജ്യം സ്ഥാപിതമായി. അപ്പോൾ ഈ 1-ാം കുരിശുയുദ്ധം ക്രിസ്ത്യാനികൾ ജയിച്ചതിന് ശേഷം ഏകദേശം 50 വർഷത്തോളം അവരുടെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ നിലനിന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ ആദ്യ കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യാനികൾക്ക് വിജയമുണ്ടായി. അങ്ങനെ അവര് ചില ചെറിയ ചെറിയ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും 50 വർഷത്തോളം വരെയൊക്കെ നിലനിന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കുരിശുയുദ്ധം മുഴുവനും അത് 200 വർഷത്തോളം അത് ഇങ്ങനെ തുടർച്ചയായിട്ട് അത് നടന്നുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ കുരിശുയുദ്ധങ്ങൾ മുസ്ലിം സൈന്യമാണ് ജയിച്ചത്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് പിന്നീട് മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ മുസ്ലിം രാജ്യങ്ങൾ ശക്തി പ്രാപിക്കുവാനുണ്ടായ കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് ഈ മധ്യപൗരസ്ത്യ ദേശത്ത് മുസ്ലിം രാജ്യങ്ങളാണ് നമ്മൾ കൂടുതലായും കാണുന്നത്. അതിന്റെ കാരണം അന്ന് ഉണ്ടായ ആ പരാജയം ഒരു കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു ആശയമുണ്ട്. അതായത് കുരിശ് യുദ്ധക്കാർക്ക് അന്നത്തെ മാർപ്പാപ്പ കൊടുത്ത വാഗ്ദാനം, പല വാഗ്ദാനങ്ങൾ കൊടുത്തു. അതിലൊരു വാഗ്ദാനം, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കും, അവർ മരിച്ചാലും അവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കാം, ഇതൊരു വിശുദ്ധ യുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തങ്ങളാണ് അവർക്ക് നൽകിയത്. എന്നാൽ ഇത് കേവലം മനുഷ്യനായ ഒരു മാർപ്പാപ്പയുടെ വാഗ്ദത്തം മാത്രമായിരുന്നു. ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമം, ഇപ്രകാരം അനുശാസിക്കുന്നില്ല. മാത്രമല്ല, പാപം മോചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം അവൻ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ മനഃപൂർവ്വം പാപം ചെയ്യാതെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ അന്ന് ഈ ബൈബിൾ ഇവർക്ക് എത്രമാത്രം അറിയാമായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ വരുന്നത് 13-ാം നൂറ്റാണ്ടിലെ ഇൻക്വിസിഷനെ കുറിച്ചാണ്. അതായത് മതവിചാരണ. ഇൻക്വിസിഷൻ എന്നതിന്റെ മലയാളത്തിൽ നമ്മൾ അതിനെ മതവിചാരണ എന്നാണ് പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭ സ്ഥാപിച്ച മതദ്രോഹ വിചാരണ, അതിന് ഇൻക്വിസിഷൻ, അത് റോമൻ കത്തോലിക്ക സഭാ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളെയും, അതിനെ ഹെറസി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സഭാ കോടതികൾ. അത് സഭാ കോടതികളാണ്. ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മതവിചാരണ കോടതിയാണ്. അങ്ങനെ 12-ാം നൂറ്റാണ്ടിൽ തെക്കൻ ഫ്രാൻസിൽ, പ്രത്യേകിച്ച്
ലാക്വഡോക്ക് പ്രദേശത്ത് ഉയർന്നു വന്ന ഖാദറിസം, അതുപോലെ തന്നെ വാൾഡനിസം എന്നീ മതപ്രസ്ഥാനങ്ങൾ റോമൻ കത്തോലിക്ക സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്തതോടെ അത് റോമൻ കത്തോലിക്ക സഭയ്ക്ക് ഭീഷണിയായി മാറുകയും അങ്ങനെ ഈ സിദ്ധാന്തങ്ങൾക്ക്, ഈ ആശയങ്ങൾക്ക് എതിരെയുള്ള ഒന്നായിട്ടാണ് ആദ്യമേ ഈ ഇൻക്വിസിഷൻ ആരംഭിക്കുവാൻ ഇടയായത്. അപ്പൊ കാതറിസം എന്നാൽ എന്താണ്? കാതറിസം എന്നത് ഇതൊരു ദ്വൈതവാദ പ്രസ്ഥാനമാണ്. അതായത് ലോകം രണ്ട് ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന വിശ്വാസം. നല്ല ദൈവം, അത് ആത്മാവായ സൃഷ്ടാവായ ദൈവം, ദുഷ്ടദൈവം ഭൗതിക ലോകത്തിന് സൃഷ്ടാവ്. അപ്പം നല്ല ദൈവം ഉണ്ടെന്നും ദുഷ്ടലോകം ഉണ്ടെന്നൊക്കെ അവരെ പഠിപ്പിച്ചു. അവർ റോമൻ കത്തോലിക്ക സഭയുടെ കൂദാശകളെ അവര് അംഗീകരിച്ചില്ല. ക്രിസ്തു ഒരു ദിവ്യ സന്ദേശവാഹകൻ മാത്രമാണെന്നും ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നും വിശ്വസിച്ചു. ഇവരുടെ നേതാക്കൾ പൂർണ്ണൻ, പെർഫെക്റ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, പൂർണ്ണൻ എന്ന് വിളിക്കപ്പെട്ടു. സ്ത്രീകളും പുരുഷന്മാരിലും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അവർ കർശനമായ ജീവിതം നയിച്ചു. മാംസഭക്ഷണം, ലൈംഗികത, സമ്പത്ത് എന്നിവ അവരുടെ പലരും അവരിൽ തുജിച്ചു, ഉപേക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ, അത് റോമൻ കത്തോലിക്ക സഭ അതിനെ ശക്തമായിട്ട് എതിർത്തു. പിന്നീട് വാൾഡനിസമാണ്. വാൾഡനിസം അത് സ്ഥാപിച്ചത് പീറ്റർ വാൾഡോ ഒരു ധനികനായ ഫ്രഞ്ച് വ്യാപാരിയായിരുന്നു അദ്ദേഹം. 1170-കളിൽ സന്യാസം സ്വീകരിച്ചു. ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരം സാധാരണക്കാർക്കും ഉണ്ടെന്ന് വാദിച്ചു. ലാറ്റിൻ ഭാഷയിലല്ല, കാരണം അന്ന് ലാറ്റിൻ ഭാഷയിൽ മാത്രമേ ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ, അത് പ്രാദേശിക ഭാഷകളിൽ കൂടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. മതവിചാരണ കോടതി വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് വിവിധ തരത്തിലുള്ള ശിക്ഷകൾ നൽകി. ചെറിയ കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും തീർത്ഥാടനം നടത്താനും നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ ഗുരുതരമായ കുറ്റങ്ങൾക്ക് സ്വത്ത് കണ്ടുകെട്ടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഏറ്റവും കടുത്ത ശിക്ഷയായി കണക്കാക്കപ്പെട്ടിരുന്ന ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. അതായത് അവരൊരു ടൈറ്റ് ടു ദ സ്റ്റേക്ക് എന്നാ പറയുന്നത്. അതായത് ഒരു തൂണിലേക്ക് ജീവനോടെ പിടിച്ചു കെട്ടിയിട്ട് അവരെ ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് ഈ ഇൻക്വിസിഷനിലെ ഏറ്റവും ക്രൂരവും മൃഗീയവും പൈശാചികവുമായ ഒരു ശിക്ഷാവിധി. അങ്ങനെ മതവിരുദ്ധത ഒരു സാമൂഹിക തിന്മയായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ഇത്തരം ശിക്ഷകൾ മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ എന്ന് കരുതി പരസ്യമായി ഇത് നടപ്പിലാക്കി. അത് പരസ്യമായ ഒരു കാര്യമാണ്. മതദ്രോഹ വിചാരണ സഭയുടെ, അതായത് റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഒരു വിവാദപരമായ ഒരു സംഭവമാണ്. വ്യത്യസ്ത വിശ്വാസങ്ങളെ അടിച്ചമർത്താൻ സഭയുടെ അധികാരം, അതായത് അവരുടെ സഭയുടെ നിലനിർത്താനും ഇത് ഉപയോഗിച്ചു. ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ, കാരണം അതിനൊന്നും കണക്കൊന്നുമില്ല. ഇന്നിപ്പോ നമ്മൾ ഒരു കണക്ക് പറയുമ്പോൾ എത്ര ആളുകൾ അതിൽ മരണപ്പെട്ടു എന്നുള്ളത് എന്നാൽ നമ്മൾ ഇന്ന് ഇന്റർനെറ്റിലൊക്കെ ഈ ഇൻക്വിസിഷനിൽ മരിച്ചുപോയവരുടെ പേര് നമ്മൾ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പേര് അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ഒട്ടനവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ മതപരമായ അസഹിഷ്ണുതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഉദാഹരണമായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ മതദ്രോഹ വിചാരണയുടെ ഭീകരത 20-ാം നൂറ്റാണ്ടിൽ അന്നത്തെ മാർപ്പാപ്പയായ, അതായത് നമുക്കെല്ലാം അറിയാവുന്ന പോപ്പ് ജോൺ പോൾ സെക്കൻഡ് അത് ഈ ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം മാപ്പപേക്ഷിച്ചതായിട്ട്, ഖേദം പ്രകടിപ്പിച്ചതായിട്ട് നമുക്കെല്ലാവർക്കും തന്നെ, അതായത് എൻ്റെ ഒരു പ്രായത്തിലുള്ള, അതായത് ഒരു 50 വയസ്സല്ല, ആ ഒരു പ്രായത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ അദ്ദേഹം മാപ്പ് ചോദിച്ചു. പക്ഷെ മാപ്പ് ചോദിച്ച വിഷയങ്ങളെക്കുറിച്ച് എന്തൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് ഞാൻ അതിനെ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഇൻക്വിസിഷനിൽ, അതിനു മുമ്പായിട്ട് ഞാൻ പറയുന്ന ഇൻക്വിസിഷനിൽ സത്യവിശ്വാസം കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത 10 ഇവാഞ്ചലിക്കൽ, അതായത് വചനം അനുസരിക്കണം എന്ന് പറഞ്ഞ, മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, അതായത് വിശുദ്ധന്മാരെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ബൈബിൾ അനുസരിക്കണം എന്ന് പറയുന്ന, ബൈബിൾ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം എന്ന് ഉപദേശിച്ച അങ്ങനെ അനേകരെയും, അതായത് വിശുദ്ധന്മാരെ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി. അതിൽ ചില വ്യക്തികളുടെ പേര് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ചില പേരുകളാണ് ജോൺ ഹസ്. 15-ാം നൂറ്റാണ്ടിലെ ചെക്ക് മത പരിഷ്കർത്താവായിരുന്ന ഇദ്ദേഹം സഭയിലെ അഴിമതികളെയും തെറ്റായ പഠിപ്പിക്കലുകളെയും എതിർത്തു. ബൈബിളിന്റെ അധികാരം ഉയർത്തിക്കാട്ടിയതിന് 1415 ഇൻക്വിസിഷൻ കോടതി അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകൊന്നു. വീണ്ടും വില്യം ടിൻഡെയിൽ
16-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ പേരിൽ, കാരണം അന്ന് ലാറ്റിനിൽ മാത്രമേ ബൈബിൾ ഉണ്ടാകാവൂ എന്നാണ് അവരുടെ നിയമം. എന്നാൽ ആ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് പുരോഹിതനായത്, റോമൻ കത്തോലിക്ക സഭയിലെ പുരോഹിതനായ വില്യം ടിൻഡെയിലാണ്, അദ്ദേഹമാണ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അതിന്റെ പേരിൽ 1536 ഇൻക്വിസിഷൻ കോടതി അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും പിന്നീട് മൃതദേഹം കത്തിക്കുകയും ചെയ്തു. ഹ്യൂ ലാറ്റിമർ ഇംഗ്ലീഷ് ബിഷപ്പായിരുന്ന ഇദ്ദേഹം സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ 1555 ഇൻക്വിസിഷൻ കോടതി വിധി പ്രകാരം അദ്ദേഹം കൊല്ലപ്പെട്ടു. നിക്കളസ് റിഡ്ലി ലാറ്റിമറോടൊപ്പം നിക്കളാസ് റിഡ്ലിയെയും 1555 ഇൻക്വിസിഷൻ കോടതി വധിച്ചു. ജോൺ റോജേഴ്സ് ടെൻഡെയിൽ, അതായത് വില്യം ടെൻഡെയിലിന്റെ ബൈബിൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ബൈബിൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ 1555 ഇൻക്വിസിഷൻ കോടതി അദ്ദേഹത്തെ തീയിലിട്ട് കൊന്നു. ആൻ അസ്ക്യൂ, ഇത് ഒരു സ്ത്രീയാണ്. ഈ സുവിശേഷകയായിരുന്ന ഈ സ്ത്രീയെ 1546 ഇൻക്വിസിഷൻ കോടതി പീഡിപ്പിക്കുകയും പിന്നീട് തീയിലിട്ട് കൊല്ലുകയും ചെയ്തു. ജെറോം ഓഫ് ഫ്രാഗ്, ജോൺ ഹസ്സിന്റെ അടുത്ത അനുയായിയായിരുന്ന ഇദ്ദേഹത്തെ 1416 ഇൻക്വിസിഷൻ കോടതി തീയിലിട്ട് കൊന്നു. ജെയിംസ് ബെയ്ൻഹാം ബൈബിൾ വായിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിന്റെ പേരിൽ 1532 ഇൻക്വിസിഷൻ അദ്ദേഹത്തെ വധിച്ചു. ഗിയോ ഡെ ലാബ്രിയൂണി ഫ്രഞ്ച് വാൾഡൻഷ്യൻ ആയിരുന്ന ഇദ്ദേഹത്തെ ഇൻക്വിസിഷൻ കോടതി ക്രൂരമായി കൊലപ്പെടുത്തി. ഗിർലോമോ സവനറോള സത്യസുവിശേഷ സന്ദേശം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ 1498 ഇൻക്വിസിഷൻ കോടതി അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും പിന്നീട് മൃതദേഹം കത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ വ്യക്തികൾ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളെല്ലാം നിങ്ങൾക്ക് ഇത് ഒരു വെറും കെട്ടുകഥയല്ല. കാരണം ഇത് കെട്ടുകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാണി എന്ന് പറയുന്ന മാധവിക്കുട്ടി എഴുതിയ നാണി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കഥയുണ്ട്. അപ്പോൾ അതില് ഈ മാധവിക്കുട്ടി, കമലാദാസ് ചെറുതായിരുന്ന കുട്ടിയായിരുന്ന ആ ഒരു പ്രായത്തിൽ അവരുടെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു, നാണി. അപ്പോൾ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഈ മാധവിക്കുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നത് ഈ വേലക്കാരിയോടാണ്, നാണിയോടാണ്. എന്നാൽ നാണിക്ക് ഒരു അവിഹിതമായിട്ടുള്ള ഒരു ബന്ധവും പിന്നീട് അവൾ ഗർഭിണിയായി തീരുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവൾ ഒരിക്കൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്തപ്പോൾ അത് ഈ മാധവിക്കുട്ടി ചെറുതായിരുന്ന കുട്ടിയായിരുന്ന സമയത്താണ്. അപ്പോൾ മാധവിക്കുട്ടിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവളിങ്ങനെ ഈ നാണി ഇങ്ങനെ കെട്ടി തൂങ്ങി നിൽക്കുമ്പോൾ ആ കുട്ടി വിചാരിച്ചത് സാധാരണ ദിവസം ഞങ്ങളെ കളിപ്പിക്കാനുള്ളത് പോലെ പാവകളിയൊക്കെ പല കളിയൊക്കെ കളിപ്പിക്കുമായിരുന്നല്ലോ കുട്ടികളെ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കുട്ടികളെ ചിരിപ്പിക്കാനായിട്ട് എന്തോ ഒരു കോമഡി കാണിക്കുന്നതായിട്ടാണ് അവൾക്ക് അന്ന് ചെറുപ്പത്തിൽ തോന്നിയത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നീട് ഇതിന്റെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. പിന്നീട് ഒരിക്കൽ ഈ ഇവരുടെ അപ്പനും അമ്മയും എല്ലാം കൂടെ ഇരിക്കുന്ന ആ സമയത്ത് ഈ മാധവിക്കുട്ടി ചോദിക്കുന്നുണ്ട് ആ നാണിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ അത് ഓർമ്മപ്പെടുത്തൽ അത് ഇഷ്ടപ്പെടുന്നില്ല. ആരാണ് നാണി എന്നവർ ചോദിക്കുകയാണ്. അവർക്കൊന്നും അറിയത്തില്ലാത്ത പോലെയാണ് അവർ സംസാരിക്കുന്നത്. നാണി എന്ന കഥാപാത്രത്തെ അവർ ഓർക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര സംഭവം ഇതൊക്കെയാണ് ചരിത്രത്തിൽ നടന്നത് എന്ന് ഒരാൾ പറയുമ്പോൾ അത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെയൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ആളുകളെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാൻ സാധിക്കുക. പക്ഷെ ഇതൊക്കെ സത്യമാണ്, നഗ്ന സത്യമാണ്. ഇതൊന്നും ആർക്കും ഈ സത്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും സാധിക്കത്തില്ല. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ആശയവുമായി ബന്ധപ്പെട്ട് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ തന്റെ ഭരണകാലത്ത് കാരണം അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വളരെ വർഷങ്ങൾ മാർപ്പാപ്പയായിരുന്ന ഒരു മാർപ്പാപ്പയാണ്. അപ്പൊ പല തെറ്റുകൾക്കും അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് ചോദിച്ച ഒരു സംഭവം ഞാൻ നേരത്തെ മുന്നമേയും പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം 2000 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഒരു ശുദ്ധീകരണം നടത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2000 വർഷം, അതായത് സഭയുടെ ജൂബിലി വർഷമായിട്ട് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അന്ന് ആ ഒരു ഖേദപ്രകടനം നടത്തിയത്. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് എന്നുള്ള ഒരു വിഷയം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ, അതായത് മതപരമായ വിഭജനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിൽ ഉണ്ടായ പിളർപ്പുകൾക്കും വിവിധ ക്രിസ്തീയ വിഭാഗങ്ങൾ തമ്മിൽ നടന്ന കലഹങ്ങൾക്കും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അപ്പൊ ഈ ഖേദം പ്രകടിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട് പഠിപ്പിച്ചു. അതായത് ഒരു കർദിനാള് അവർ ചെയ്ത തെറ്റുകളൊക്കെ അങ്ങനെ വായിക്കാം, അതിനുശേഷം അന്നത്തെ മാർപ്പാപ്പ അത് ഖേദം പ്രകടിപ്പിക്കുന്നു, അത് തെറ്റായി പോയി എന്നുള്ളത് അദ്ദേഹം ഏറ്റുപറയാണ്. അതായത് ഇവർക്ക് മിയാ കുൽഫിയ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറയുന്ന പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു സംഭവത്തിന്റെ അങ്ങനെയാണ് അവർ ഏറ്റുപറയാൻ ഇടയായതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ഈ മതവിചാരണ, അതായത് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്, അതായത് അവരുടെ കോടതി, മതവിചാരണ കോടതി തെറ്റാണെന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അവർ ഏറ്റുപറഞ്ഞു. പിന്നെ യഹൂദരോടുള്ള സമീപനം ഹോളോകോസ്റ്റിൽ, അതായത് ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ കൂട്ടത്തോടെ നശിപ്പിച്ചു കളയുന്ന, കൊന്നുകളയുന്ന ഒരു പരിപാടിയാണ് ഈ ഹോളോകോസ്റ്റ്. അതിന്റെ സമയത്തും അതിനു മുൻപും യഹൂദ സമൂഹത്തോട് റോമൻ കത്തോലിക്ക സഭ സ്വീകരിച്ച നിഷ്ക്രിയത്വത്തിനും ശത്രുതാപരമായ നിലപാടുകൾക്കും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് വനിതകളോടുള്ള സമീപനം, ചരിത്രത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അന്തസ്സും സ്ഥാനവും നൽകാതിരിക്കുകയും അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തതിന്, പലപ്പോഴും അവരെ അടിമകളെ പോലെ കണക്കാക്കിയതിനൊക്കെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതായി. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരോടുള്ള സമീപനം, ഗലീലി അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാരെ മതവിരുദ്ധർ എന്ന് മുദ്രകുത്തി പീഡിപ്പിച്ചതിന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ അടിമ വ്യാപാരം, ആഫ്രിക്കൻ അടിമ കച്ചവടത്തിൽ ചില റോമൻ കത്തോലിക്കർ പങ്കെടുത്തതിനും ഈ നീചപ്രവൃത്തിയെ ന്യായീകരിച്ചതിനും അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ അധിനിവേശ ശക്തികൾ, കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി തദ്ദേശീയരായ ജനങ്ങളെ സഭ പീഡിപ്പിച്ചതിനും അവരുടെ സംസ്കാരത്തെ നശിപ്പിച്ചതിനും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ ഈ ഖേദപ്രകടനങ്ങൾ നടത്തിയത് റോമൻ കത്തോലിക്ക സഭയെ കൂടുതൽ തുറന്നതും ആധുനികവുമായ ഒരു സമൂഹമായി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് തുറന്ന് സമ്മതിച്ച് അതിന്റെ ചരിത്രപരമായ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിലുള്ള ആ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് നല്ലതെന്ന് തോന്നി. അപ്പോൾ അതങ്ങനെ ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്താൽ മതിയോ? അതായത് നമ്മൾക്ക് ചില വാക്യങ്ങൾ, നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ എടുക്കാം. അതായത് മത്തായി സുവിശേഷം 23:35 പറയുകയാണ്. മത്തായി സുവിശേഷം 23:35 പറയുന്നു, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും ബലിപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി സക്കരിയാവിന്റെ മകനായ സക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകും. അതായത് ഇപ്പൊ ഞാനായിരിക്കുന്ന സഭയിൽ, ഞാനായിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയിൽ അവിടെ എന്തെങ്കിലും അതിക്രമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഞാനും കൂടെ ഉത്തരവാദിയാണ്. ഞാൻ നേരിട്ട് അതിനകത്ത് കൊല ചെയ്തിട്ടുണ്ടാകത്തില്ല, ഞാൻ നേരിട്ട് അതിന് കൊല ചെയ്തിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ആയിരിക്കുന്ന സമൂഹം, സഭയായാലും ശരി സംഘടനയായാലും ശരി, അവിടെ സാഹിത്യം, ചരിത്രം, കല, സംസ്കാരം എന്നിവയിൽ ബൈബിളിന് വലിയ സ്വാധീനമുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ദൈവകേന്ദ്രീകൃതമായ ചരിത്ര വിവരണങ്ങൾ, സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനകൾ, പഴഞ്ചൊല്ലുകൾ, ഉപദേശങ്ങൾ, കത്തുകൾ, ഉപമകൾ, ഉപദേശങ്ങൾ, ഉപന്യാസങ്ങൾ, കവിതകൾ, പ്രവചനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹീബ്രു ഭാഷയിലുള്ള പഴയ നിയമം മാത്രമാണ് യഹൂദരുടെ ബൈബിൾ. പഴയ നിയമ ഗ്രന്ഥങ്ങൾ മാത്രമുള്ള യഹൂദ ബൈബിൾ അവരുടെ രക്ഷകനായ മിശിഹയുടെ അവതാരത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. യഹൂദരുടെ ബൈബിളിൽ നിന്നും വ്യത്യസ്തമാണ് ക്രിസ്തീയ ബൈബിൾ. എന്നാൽ യേശുക്രിസ്തുവിൽ ഈ മിശിഹയെ, ഈ രക്ഷകനെ കണ്ടെത്തിയിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ബൈബിളിന്റെ ധർമ്മം. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായത് ഇസ്രായേലിനാണ്. മോശയ്ക്ക് ഹോറബിൽ വെച്ച് ദൈവം കൽപ്പനകളിൽ 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ആ 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിലോ
വെള്ളത്തിനടിയിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. ഈ 10 കൽപ്പനകൾ വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്നാൽ ചില സഭകളിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുവാണ് 10 കൽപ്പനകൾ ബൈബിളിൽ എവിടെയെന്ന് ചോദിച്ചാൽ അധികം ആർക്കും അറിയത്തില്ല. അതിന്റെ കാരണം ചില സഭകളിൽ അവര് ഈ 2-ാമത്തെ കൽപ്പന അവര് മായ്ച്ചു കളഞ്ഞിട്ട് അവരത് എടുത്തിട്ടില്ല. വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന വചനവുമായി ബന്ധപ്പെട്ട്, കൽപ്പനയുമായി ബന്ധപ്പെട്ട് എല്ലാം അവർ മായ്ച്ചു കളഞ്ഞിട്ട് അവസാനത്തെ കൽപ്പനയായ അന്യന്റെ ഭവനം മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന അവര് അതിനെ വെട്ടിമുറിച്ചിട്ട് 2ആക്കി അങ്ങനെ 10 കൽപ്പന തികയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ യഥാർത്ഥ കൽപ്പനകൾ 10 പ്രമാണം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ പോകാമല്ലോ. ഗൂഗിൾ സെർച്ചിൽ പോയി ദ ഒറിജിനൽ 10 കമാൻഡ്മെന്റ്സ് ഓഫ് ഇസ്രായേൽ എന്ന് അടിച്ചാൽ അവിടെ നമുക്ക് യഥാർത്ഥമായ 10 കൽപ്പനകൾ കിട്ടും. അപ്പോൾ അന്വേഷിക്കുന്നവർ കണ്ടെത്തും. അത് പഠിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നവരെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഇസ്രായേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 121:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ ബൈബിൾ എന്നതിന് അർത്ഥവത്തായ 2 ആശയങ്ങൾ ബൈബിളിന്റെ മനോഹാരിതയെ വർണ്ണിക്കുന്നു. ബൈബിൾ, അതിന്റെ സ്പെല്ലിംഗ് BIBLE. ബൈബിളിന് ബേസിക് ഇൻസ്ട്രക്ഷൻ ബുക്ക് ഫോർ ലിവിങ് ഓൺ എർത്ത് എന്നാണ് അതിന്റെ ഒരു മനോഹരമായിട്ടുള്ള അതിന്റെ ഒരു ആശയം. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കാനുള്ള അടിസ്ഥാന പ്രബോധന പുസ്തകം. അതാണ് ബൈബിൾ, ബേസിക് ഇൻസ്ട്രക്ഷൻ ബുക്ക് ഫോർ ലിവിങ് ഓൺ എർത്ത്. രണ്ടാമതായി ബേസിക് ഇൻഫോർമേഷൻ ബിഫോർ ലീവിംഗ് ദി എർത്ത്, ഭൂമി വിടുന്നതിന് മുമ്പുള്ള അടിസ്ഥാന വിവരങ്ങൾ. ബൈബിളിലെ പുസ്തകങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക പ്രചോദനത്തിന് കീഴിൽ ആളുകൾ എഴുതിയതാണ്. വിശുദ്ധ തിരുവെഴുത്തുകളെ സംബന്ധിക്കുന്ന അത്ഭുതകരമായ സംഗതി ഇതിന്റെ രചനയിലുടനീളം നമ്മൾ കാണുന്ന മഹത്തായ യോജിപ്പാണ്. 40ഓളം എഴുത്തുകാർ, അവരിൽ പ്രവാചകന്മാർ, ആട്ടിടയന്മാർ, സാധാരണക്കാർ, രാജാക്കന്മാർ, വൈദ്യന്മാർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. പഴയ നിയമവും പുതിയ നിയമവും കൂടെ 1610 വർഷക്കാലം കൊണ്ടാണ് എഴുതിയത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നിട്ടും ഈ ബൈബിളിന്റെ യൂണിറ്റി എത്ര മനോഹരമാണ് എന്ന് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാകും. വിശുദ്ധ ബൈബിളിൽ 2 പുസ്തകങ്ങൾ സ്ത്രീകളുടെ പേരിലാണുള്ളത്. ഒന്നാമതായി രൂത്തും രണ്ടാമതായി എസ്തേറും. മലയാള ഭാഷയിലേക്ക് നമുക്ക് വരാം. മലയാള ഭാഷയിലെ ഒന്നാമത്തെ ബൈബിൾ എങ്ങനെയാണ്, അത് ആരാണ് നമുക്ക് നൽകിയത്? ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ 1910 പ്രസിദ്ധീകരിച്ച മലയാള ബൈബിൾ പരിഭാഷയാണ് സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വർഷം 2022 112 വർഷങ്ങൾ തികയുകയാണ്. കേരളത്തിൽ റോമൻ കത്തോലിക്ക സഭയും യാക്കോബായ സഭയും ഒഴിച്ച് മുഖ്യധാരയിൽപ്പെട്ട എല്ലാ ക്രിസ്തീയ സഭകളും ഈ മലയാള ബൈബിൾ പരിഭാഷയാണ് പിന്തുടർന്നു പോരുന്നത്. മലയാള ഭാഷയിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് പ്രൊട്ടസ്റ്റന്റുകാരാണ്. സത്യവേദ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് 71 വർഷങ്ങൾക്ക് ശേഷമാണ്
കേരളത്തിലെ റോമൻ കത്തോലിക്കർക്ക് അവരുടെ സ്വന്തം ബൈബിൾ ലഭിക്കുന്നത്. 1981 കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ റോമൻ കത്തോലിക്ക സഭയുടെ POC ബൈബിൾ പ്രസിദ്ധീകരിച്ചത്. POC ബൈബിൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ വർഷം 2022 41 വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കണമേ, POC ബൈബിൾ ലഭിച്ചിട്ട് 41 വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. സത്യവേദ പുസ്തകം പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ പ്രസിദ്ധീകരിച്ചതിന് 71 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ POC ബൈബിളിലെ ഭാഷ, അത് നല്ല ഒരു ഭാഷാ ശൈലി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ POC ബൈബിളിൽ ഒരു തമിഴ് കലർന്ന ഒരു ഭാഷയാണ്. കാരണം അതിന് അത്രമാത്രം വർഷങ്ങൾ മുമ്പോട്ട് പഴക്കമുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. സാധാരണയായിട്ട് ചില റോമൻ കത്തോലിക്ക പുരോഹിതന്മാരൊക്കെ അവകാശപ്പെടാറുണ്ട്, ഞങ്ങളുടെ റോമൻ കത്തോലിക്ക സഭയാണ് ഒന്നാമത്തെ സഭ, ഞങ്ങളുടെ സഭയാണ് ബൈബിൾ ക്രോഡീകരിച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇപ്രകാരമാണ്. യെശയ്യാ 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. ആർക്കും അതിന്റെ പേറ്റന്റ് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റില്ല. സഭയല്ല ആദ്യമുണ്ടായത്, ദൈവത്തിന്റെ വചനമാണ് ആദിയിൽ ഉണ്ടായിരുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന യോഹന്നാൻ 1:1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രമാത്രം വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നിട്ടും കേരളത്തിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കാൻ റോമൻ കത്തോലിക്ക സഭ ഇത്രമാത്രം വൈകിയത് എന്ത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ അല്പം ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രം അറിയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ പണ്ഡിതനായിരുന്ന ജെറോം AD 405 മൂലഗ്രന്ഥമായ എബ്രായിൽ നിന്നും ഗ്രീക്കിൽ നിന്നുമുള്ള, പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമ പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിലുമാണ് അതിന്റെ മൂലഭാഷ. അങ്ങനെ ആ മൂലഭാഷയിൽ നിന്ന് ജെറോം AD 405 അത് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഈ തർജ്ജമയെ ലാറ്റിൻ വൾഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് കാലത്ത്, ഇന്ന് ഇംഗ്ലീഷാണ് ഇന്റർനാഷണൽ ഭാഷ, അന്ന് കാലത്ത് ലാറ്റിൻ ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ പോലെ അക്കാലത്ത് ലാറ്റിൻ ഭാഷയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. ലോകമെമ്പാടുമുള്ള റോമൻ കത്തോലിക്ക സഭയിലെ പള്ളി ശുശ്രൂഷകൾ അത് ലാറ്റിൻ ഭാഷയിൽ മാത്രമേ നടന്നിരുന്നുള്ളൂ. തുടർന്ന് അനേക വർഷങ്ങൾ യൂറോപ്പിലെ ക്രിസ്തീയ സഭയുടെ അംഗീകൃത ബൈബിൾ ഈ ലാറ്റിൻ വൾഗേറ്റ് ബൈബിൾ ആയിരുന്നു. ബൈബിൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നത് നിയമവിരുദ്ധമാകുന്നു. റോമൻ കത്തോലിക്ക സഭയുടെ കാനോൻ അനുസരിച്ച്, അന്നത്തെ അവരുടെ കാനോൻ അനുസരിച്ച് ബൈബിൾ മറ്റു ഭാഷകളിലേക്ക്, പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നത് അനുവദനീയമായിരുന്നില്ല. എന്നാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്ന ജോൺ വിക്ലിഫ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭൂമിയിലെ വൈദികരെക്കാളും പോപ്പിനേക്കാളും പ്രാധാന്യമുള്ളത് ബൈബിളിലെ പഠിപ്പിക്കലുകളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബൈബിൾ എല്ലാവർക്കും നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചതിനാൽ ജോൺ വൈക്ലിഫ് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുവാൻ ആരംഭിച്ചു. പ്രസ്തുത ലാറ്റിൻ ബൈബിളാണ് 1379 ഓക്സ്ഫോർഡിലെ പ്രൊഫസറായിരുന്ന ജോൺ വിക്ലിഫ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ ആരംഭിച്ചത്. ഈ ജോൺ വിക്ലിഫിൻ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് വിക്കിപീഡിയയിൽ ഇങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജോൺ വിക്ലിഫ് ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ, ദൈവശാസ്ത്രജ്ഞൻ, ബൈബിൾ വിവർത്തകൻ, പരിഷ്കർത്താവ്, പുരോഹിതൻ, ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സെമിനാരി പ്രൊഫസർ എന്നീ നിലകളിൽ പ്രഗത്ഭനായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക പൗരോഹിത്യത്തിൽ സ്വാധീനമുള്ള ഒരു വിമതനായി തീർന്ന അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് മതത്തിന്റെ ഒരു പ്രധാന മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഈ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അക്കാലത്തെ റോമൻ കത്തോലിക്ക സഭ അതിനെ ശക്തമായി എതിർക്കുകയും അവർ വിക്ലിഫിനെ ഭീഷണിപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്തു. എന്നാൽ 1383 ആയപ്പോഴേക്കും ബൈബിളിന്റെ 1000കണക്കിന് കോപ്പികൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ടായി. അത് ഒന്നും തന്നെ അച്ചടിച്ച കോപ്പികളായിരുന്നില്ല, അത് കയ്യെഴുത്ത് കോപ്പികളായിരുന്നു.
ജോൺ വിക്ലിഫ് പരിഭാഷപ്പെടുത്തിയത് ഇംഗ്ലീഷ് ബൈബിളിനെ ഉന്മൂലനം ചെയ്യുവാൻ സംഘടിത ശ്രമം നടന്നു. അത് കൈവശം വെച്ചവരെ മൃഗങ്ങളെ പോലെ വേട്ടയാടി. ബൈബിൾ കഴുത്തിൽ കെട്ടിയിട്ടുകൊണ്ട് അനേകരെ ചിതയിൽ ദഹിപ്പിച്ചു. എന്നാൽ വിക്ലിപ്പിന്റെ ബൈബിളിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ വിക്ലിപ്പ് മരിച്ച് 40 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ശവകുടീരം മാന്തി അസ്ഥിയെടുത്ത് ചുടുകയും അതിന്റെ ചാരം സിഫ്റ്റ് നദിയിൽ ഒഴുക്കിയതായിട്ട് ചരിത്രം പറയുന്നു. വിക്ലിപ്പിന്റെ വിവർത്തനം ചെയ്ത ബൈബിളിന്റെ സ്വാധീനത തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് ലോകമെങ്ങും അതിന്റെ സ്വാധീനത ചെലുത്തി. വിക്ലിപ്പിന് ശേഷം 150 വർഷം കഴിഞ്ഞിട്ടും അച്ചടിച്ച ബൈബിൾ ഉണ്ടായിരുന്നില്ല. വിക്ലിപ്പിന്റെ വേദപുസ്തകം കയ്യെഴുത്ത് പ്രതികൾ ആയിരുന്നു. അതിനുശേഷം വില്യം ടീൻറ്റെയിൽ 1524 ബൈബിളിന്റെ പുതിയ നിയമം ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇംഗ്ലണ്ടിന് പുറത്താണ് ഇതിന്റെ അച്ചടി പൂർത്തിയാക്കിയത്. അതിന്റെ കോപ്പികൾ മാവ് നിറച്ച വീപ്പുകളിലും തുണിക്കെട്ടുകളിലും ഇതര രഹസ്യ മാർഗങ്ങളിലൂടെ 1000 കോപ്പികൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ 100 കണക്കിന് കോപ്പികൾ ബൈബിൾ തർജ്ജമാ വിരോധികൾ കണ്ടെത്തി അത് അഗ്നിക്കിരയാക്കിയെങ്കിലും അതിന്റെ സ്ഥാനത്ത് അനേകം കോപ്പികൾ വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ടിൻറ്റോയിൻ പിടിക്കപ്പെടുകയും 16 മാസത്തെ ജയിൽവാസത്തിന് ശേഷം വേദപുസ്തകം വിവർത്തനം ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് 1536 മത മേലാളന്മാർ അദ്ദേഹത്തെ ജീവനോടെ തീയിൽ ദഹിപ്പിച്ചു. അത് ഇൻക്വിസിഷന്റെ ഒരു ഭാഗമാണ്. ഇൻക്വിസിഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു ആശയമാണ്. ഇൻക്വിസിഷൻ അത് 12-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നു. ഏകദേശം 200 വർഷത്തോളം മതവും അതുപോലെ തന്നെ രാഷ്ട്രവും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മതവും സ്വാധീനിച്ചിട്ട്, അപ്പം മതവും അന്നത്തുള്ള ഭരണകർത്താക്കളും കൂടെ സ്വാധീനിച്ച് അന്ന് സഭയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിയ ആ ഒരു കാലഘട്ടമായതുകൊണ്ട് അവരുടെ കാനോനനുസരിച്ച് അവരുടെ നിയമത്തിനെതിരെ നിന്നവരെയെല്ലാം അവർ മതവിചാരണ കോടതി, ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ വിചാരണ കോടതിയാണ്, ആ കോടതിയിൽ അവരെ വിധിക്കുകയും അങ്ങനെ വിധിച്ചതിന് ശേഷം അവർ ആ വിധിയിൽ അവരെ കുറ്റവാളി എന്ന് തെളിഞ്ഞാൽ അവരുടെ സമ്പത്ത് കണ്ടുകെട്ടുക, അതുപോലെ അവരെ വളരെ മൃഗീയവും പൈശാചികവുമായിട്ട് പീഡിപ്പിച്ച് അങ്ങനെ അവരെ കൊല്ലുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻക്വിസിഷൻ സ്പാനിഷ് ഇൻക്വിസിഷനാണ്. ഇന്നും നമുക്ക് ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇൻക്വിസിഷനുമായി ബന്ധപ്പെട്ട മ്യൂസിയങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻക്വിസിഷൻ എന്നാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഈ ഇൻഫർമേഷൻ പറയുന്നത് ഇന്നുള്ള ക്രിസ്ത്യാനികൾക്ക് പലർക്കും ഇത് അറിയത്തില്ല. അനേകം ക്രിസ്ത്യാനികൾക്ക് ഇൻക്വിസിഷൻ എന്നത് അറിയത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. നമ്മുടെ ഇന്ത്യയിലെ ഗോവയിൽ പോലും ഇൻക്വിസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ മൃഗീയവും പൈശാചികവുമായിട്ടുള്ള ഒരു ശിക്ഷാ രീതിയാണ്. മനുഷ്യരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിശാചാണ്. നമ്മൾ മനുഷ്യനെ കുറ്റപ്പെടുത്തി എന്നതിലല്ല കാര്യം, നമ്മൾ വ്യക്തികളെ വ്യക്തിഗതി ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾ ആശയം കൊണ്ട് നേരിടണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ചരിത്രം എങ്ങനെയാണ്? ചരിത്രം പഠിക്കാതെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും? റോമൻ കത്തോലിക് പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിൽ പുതിയ നിയമത്തിൽ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടിലും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ എന്നാൽ ഭാഷാ ശൈലിയിൽ നമുക്ക് ചില പ്രയോഗത്തിൽ നമുക്ക് അവിടെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നു. പഴയ നിയമത്തിൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ 39 പുസ്തകങ്ങളേ ഉള്ളൂ. റോമൻ കത്തോലിക്ക ബൈബിളിൽ 46 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്നുള്ളതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. റോമൻ കത്തോലിക്ക ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 7 പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ഉൾപ്പെടുത്താത്ത ഈ 7 പുസ്തകങ്ങളെ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോക്രിഫ എന്ന വാക്കിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് എന്നാണ്. തോബിത്ത്, യൂദിത്ത്, 1 മക്കബായർ, 2 മക്കബായർ, ജ്ഞാനം, പ്രഭാഷകർ, ബാറൂക്ക്, ഈ പുസ്തകങ്ങളാണ് POC ബൈബിളിൽ
പഴയ നിയമത്തിൽ അധികമായിട്ടുള്ള 7 പുസ്തകങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അപ്പോക്രിഫൽ പുസ്തകങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നത്? ഒന്നാമതായി, പഴയ നിയമത്തിലെ ചില പകർപ്പുകളുടെ ഭാഗമായി അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എവിടെ നിന്ന് വന്നുവെന്ന് യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. രണ്ടാമതായി, ഇസ്രായേലിലെ യഥാർത്ഥ യഹൂദർ അപ്പോക്രിഫ പുസ്തകങ്ങൾ അവരുടെ ദൈവനിശ്വാസീയമായ തിരുവെഴുത്തുകളെ ഭാഗമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ യഥാർത്ഥ യഹൂദന്മാര് അവരുടെ തിരുവെഴുത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കാത്ത പുസ്തകങ്ങളെ നമ്മളും എന്തിനു അംഗീകരിക്കണം? മൂന്നാമതായി, പുതിയ നിയമത്തിൽ അപ്പോക്രിഫയിൽ നിന്ന് ഉദ്ധരണികളോ പരാമർശങ്ങളോ സന്ദർഭങ്ങളോ യേശുക്രിസ്തുവും അപ്പസ്തോലന്മാരോ സുവിശേഷകന്മാരോ ആരും ഉപയോഗിച്ചിട്ടില്ല. നാലാമതായി, ക്രിസ്ത്യൻ ചരിത്രത്തിൽ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ ഒരു പൊതു ചർച്ചാ കൗൺസിലിലും അപ്പോക്രിഫൽ പുസ്തകങ്ങളെ അംഗീകരിച്ചിട്ടില്ല. അഞ്ചാമതായി, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനായ ജോസിഫസ് ഈ പുസ്തകങ്ങളെ തിരുവെഴുത്തുകളായി കണക്കാക്കിയിരുന്നില്ല. അപ്പോക്രിഫയിൽ കാണുന്ന ചില ആശയങ്ങൾ യഥാർത്ഥ ബൈബിളിലെ തിരുവെഴുത്തുകളുമായി യോജിക്കുന്നില്ല. പല ആശയങ്ങൾക്കും ഇണവാക്യങ്ങളും ലഭ്യമല്ല. ഉദാഹരണത്തിന് POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആശയം അവിടെ എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണാം. 2 മക്കബായർ 12-ാം അധ്യായം 44-45 വാക്യങ്ങൾ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. അവിടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ഒരു ഒത്തുവാക്യം, ഒരു ഇണവാക്യം നമുക്ക് ലഭിക്കാനില്ല. അതുപോലെ തന്നെ തോബിത്ത് 12:9 അവിടെ പ്രവൃത്തി മുഖേനയാണ് രക്ഷ എന്നെഴുതിയിരിക്കുന്നു. പ്രവൃത്തി മുഖേനയാണ് രക്ഷ എന്നെഴുതിയിരിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു: മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ച് നീക്കുന്നു. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നത്. അത് നമ്മൾ മാനസാന്തരപ്പെടേണ്ടതുപോലെ മാനസാന്തരപ്പെടുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോകുന്നത്. നമ്മുടെ പ്രവർത്തികൾ, അതായത് നമ്മൾ നീതിമാനാണെങ്കിലും ലോകപ്രകാരം നീതിമാനാണെങ്കിലും ദൈവത്തിന്റെ നീതിയിലേക്ക് വരാതെ നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ദൈവത്തിന് നീതിമാനായി തീരാതെ ദൈവം നമ്മുടെ നീതിപ്രവർത്തികൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഇനി POC ബൈബിളുമായി ബന്ധപ്പെട്ട എൻ്റെ സെമിനാരി ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ 3 വർഷം സെമിനാരിയിൽ പഠിച്ചിരുന്നു. അങ്ങനെ ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത്, അച്ഛനാകുവാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് ഒരു പ്രൊട്ടസ്റ്റന്റ് ഇംഗ്ലീഷ് ബൈബിളാണ്. അവിടെ ഞങ്ങൾക്ക് മലയാളം ബൈബിളുണ്ട്, POC ബൈബിളുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിള് തരുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ ബൈബിളിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട്, അത് എഴുതി വെച്ചിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേക്കും മറ്റുള്ളവർക്കും എതിരായി പാപം ചെയ്തു. ഞാൻ ഈ പാപം ഏറ്റുപറയുന്നു. അങ്ങയോടൊപ്പം എന്നേക്കും ജീവിക്കുവാൻ അങ്ങയുടെ മകനായി എന്നെ സ്വീകരിക്കണമേ. അങ്ങയുടെ പുത്രനായ യേശുവിൽ അങ്ങ് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചുവെന്നും ശിക്ഷിച്ചുവെന്നും കിഴക്ക് പടിഞ്ഞാറ് നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവ എന്നിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇപ്പോൾ അങ്ങേക്ക് പ്രിയനാക്കി തീർക്കണമേ. നീതിയുടെ മേലങ്കി എന്നെ അണിയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്ന് എന്നെ നിറയ്ക്കണമേ. അതുവഴി അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, സ്നേഹം, ദയ, സൗമ്യത, വിശുദ്ധി എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. എൻ്റെ പുതിയ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനത് ചോദിക്കുന്നു. ആമേൻ. ഇതായിരുന്നു ആ മനോഹരമായ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇതെന്താണ് ഇതിൽ എഴുതിയിരിക്കുന്ന ആശയം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് ഞാൻ
ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെയായി. എന്നാൽ വർഷങ്ങൾക്ക് വഴിമാറിയപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും സ്വർഗത്തിലെ ദൈവം കേൾക്കുകയും എന്താണ് പരിശുദ്ധാത്മ സ്നാനമെന്നും എന്താണ് വീണ്ടും ജനനമെന്നും എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മോചനമെന്നുമെല്ലാം എനിക്ക് അറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ രക്ഷ, ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷ എങ്ങനെയെന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അതിനായി നാം ഇത്രമാത്രമാണ് ചെയ്യേണ്ടത്. നാം പാപിയാണെന്ന് സമ്മതിക്കുക, നമ്മുടെ പാവങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുക, നമ്മൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുക, നമ്മൾ തെറ്റായ കൂട്ടായ്മകളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് നമ്മൾ ദൈവം കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം നൽകുന്ന സഭയിൽ, ദൈവം നമ്മെ അയക്കുന്ന സഭയിൽ അവിടെ നമ്മൾ അംഗത്വമെടുക്കുക. അങ്ങനെ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനം പഠിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.